നമ്മുടെ റീസെൻറ്റ് ഗവി ട്രിപ്പിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇത്. നിങ്ങൾ ഒരു പക്ഷേ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടു കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാം. അപ്പോൾ നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ കക്കി ഡാമിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റിസർവോയറും പിന്നെ അതിൻ്റെ ഡാമും ഒക്കെ ഒന്നുകൂടെ ക്ലോസ് ആയിട്ട് കാണുന്നതാണ് നമുക്ക് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ റോഡിൽ നിന്ന് ജസ്റ്റ് ടേൺ ചെയ്ത് കയറുന്നത് കക്കി ഡാമിലേക്കാണ് നമ്മൾ കയറുന്നത്. അപ്പം അതിന് നല്ല ഹൈറ്റുള്ള ഒരു ഡാമാണ്. ഈ സൈഡിൽ കാണുന്ന കുന്നിൽ നമുക്ക് മനസ്സിലാവും ഇതിന് എന്തുമാത്രം ആഴമുണ്ടെന്നുള്ളത്. അപ്പോൾ ഇതിൽ അങ്ങോട്ട് നോക്കുവാണെങ്കിൽ ശബരിമല കുറച്ചങ്ങോട്ട് മാറിയിട്ടാണെന്നാണ് നമ്മുടെ ഗൈഡ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നത്. പിന്നെ നമ്മൾ ഈ ഡാമിൻ്റെ മുകളിലേക്ക് കയറുവാണെങ്കിൽ നമുക്ക് കാണാം അവിടെ താഴെ ബോട്ടിങ്ങിനുള്ള സൗകര്യമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ബോട്ടിങ്ങിനൊന്നും നിന്നില്ലായിരുന്നു. പിന്നെ കുറച്ചുകൂടെ അങ്ങോട്ട് മാറ്റി നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടെ കുറച്ച് കുന്നിൻ്റെ പുറത്തായിട്ട് നമുക്ക് കുറച്ച് വൈൽഡ് ലൈഫ് എന്നെ കാണാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് അങ്ങോട്ട് ബസ് മാറ്റി അവിടെ പാർക്ക് ചെയ്തതിന് ശേഷം അവിടെ നോക്കുമായിരുന്നു. അപ്പം നമുക്ക് ഭാഗ്യവശാൽ ഒരു മ്ലാവ് അതിനെ അവിടെ കാണാൻ പറ്റി. സ്റ്റാഗ് എന്നാണ് അതിൻ്റെ പേര് പറയുന്നത്. അപ്പം അതൊരു വൾനറബിൾ സ്പീഷീസാണ്. പിന്നെ ഈ കാണുന്നത് ഫിഷിങ്ങിന് വേണ്ടിയിട്ട് ഉള്ള ഒരു സംഭവമാണ്. പിന്നെ അതുപോലെ കാട്ടുപോത്ത്, അതിനെ പൂർണ്ണമായിട്ടുള്ള പിക്ചർ എടുക്കാൻ പറ്റിയില്ല. പിന്നെ കുറച്ചങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ഒരു എക്കോ പോയിൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആൾക്കാരൊക്കെ ഇറങ്ങി അവിടുന്ന് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അതുപോലെ ഒരു ഡാമിൻ്റെ ഷട്ടറാണ് നമ്മൾ കാണുന്നത്. ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലാണ് അതിൻ്റെ ഷട്ടേഴ്സ് വരുന്നത്. പിന്നെ അവിടെയുള്ള അടുത്തുള്ള വേറൊരു വ്യൂ പോയിൻറ്റും അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. പിന്നീട് വരുന്നത് നമ്മൾ ഗവി ഫോറസ്റ്റ് സ്റ്റേഷൻ അല്ലെങ്കിൽ പെരിയാർ ടൈഗർ റിസർവ്, അതിലുള്ള വൈൽഡ് ലൈഫ് ആണ് നമ്മൾ നോക്കിയത്. ഇതിൽ പീകോക്കിനെ ഉണ്ടായിരുന്നു. അതുപോലെ മൗണ്ടൻ സ്ക്യുറൽ, മലയെണ്ണ എന്ന് പറയും, അതുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെ കണ്ടപ്പോൾ എനിക്കൊന്ന് പേടിച്ചിട്ട് തിരിഞ്ഞ് അങ്ങോട്ടൊക്കെ പോയി തോന്നുന്നത്. പിന്നെ അതുപോലെ വേറൊരു വെറൈറ്റി ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരെണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഹവാലൻ കുരങ്ങിനെ കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ. അപ്പോൾ അതിൻ്റെ വാല് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. സാധാരണ കുരങ്ങിൻ്റെ വാലിങ്ങനെ നീളത്തിലല്ലേ കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ വാല് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സിംഹത്തിൻ്റെ ആ ഒരു വാല് പോലെയാണ് അതിൻ്റെ വരുന്നത്. അതുകൊണ്ടാണ് അതിന് ആ പേരും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ബോട്ടിങ്ങിന് പോയായിരുന്നു അവിടെ. നമ്മൾ ലൈഫ് ജാക്കറ്റൊക്കെ തന്ന് സേഫ് ആയിട്ടാണ് കൊണ്ടുപോയത്. പിന്നെ നമുക്ക് ബോട്ടിങ് തുഴഞ്ഞ ആളെന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാമെന്നുള്ള, അപ്പോൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ടായിരുന്നു. അപ്പം മഴയാണെങ്കിൽ മറ്റേ വഞ്ചി ഉണ്ടല്ലോ, കൊട്ട വഞ്ചി, അത് ഇറക്കത്തില്ല എന്ന് പറയുമായിരുന്നു. ബോട്ടാണല്ലോ സേഫ് മഴക്കാലത്ത്, അങ്ങനെ. പിന്നെ കുറച്ച് നേരം ബോട്ടിങ്ങൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ തന്നെ നമുക്ക് ഫുഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പാക്കേജിൻ്റെ പാർട്ടായിട്ട്. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നല്ലതായിട്ട് ബോട്ടിങ്ങൊക്കെ എൻജോയ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് ട്രെക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രിപ്പറേഷനും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. നമ്മൾ ഒരു ഗ്രൂപ്പായിട്ടാണ് ട്രെക്കിങ്ങിനൊക്കെ കൊണ്ടുപോയത്. അപ്പം നമുക്കത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കവർ ചെയ്യാം. അപ്പോൾ ഇതാണ് ഫുൾ ആ ഒരു ലേക്കിൻ്റെ വ്യൂവും. ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അത്യാവശ്യം സേഫായിട്ടാണ് ഫീൽ ചെയ്തത്. വലിയ വെയിലും ഇല്ലായിരുന്നു, മഴയില്ലായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്.